നമസ്കാരം. തൃശ്ശൂരിൽ വിജയം സുരേഷ് ഗോപിക്ക് ലഭിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് BJPയുടെ സംഘടനാ സംവിധാനം, ഒപ്പം സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായി ലഭിച്ച വോട്ടുകളും, ഒപ്പം തന്നെ നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപിയിലുള്ള അടുപ്പവും വിശ്വാസവും. അതിൻ്റെ ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായം സുരേഷ് ഗോപിക്ക് BJPക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇതേ പാറ്റേൺ തന്നെയാണ് നേരത്തെ BJP വലിയ വിജയത്തിലേക്ക് പോയിട്ടുള്ള ഗോവയും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും BJP പയറ്റിയത്. അതായത് ക്രിസ്ത്യൻ സമുദായങ്ങളെ എങ്ങനെ BJPക്ക് ഒപ്പം നിർത്താം എന്ന തരത്തിലുള്ള ചർച്ചകൾ അവരോട് നടത്തുകയും അങ്ങനെ ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം കൂട്ടിയതിൻ്റെ ഭാഗമായി ഈ സംസ്ഥാനങ്ങളിൽ, ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ BJPക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതേ നിലയിൽ തന്നെ കേരളത്തിൽ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഒരു സെമി ഫൈനൽ എന്ന നിലയിലാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ ക്രിസ്ത്യൻ സമുദായം അത് എപ്പോഴും കോൺഗ്രസിനോട് ഒപ്പം നിന്ന ചരിത്രം മാത്രമേ ഉള്ളൂ. ആ കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് BJPയുടെ വോട്ടുകളിലേക്ക്, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം കേരളത്തിൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും ഒക്കെ നടത്തുന്നത്. ഈ ഒരു നേതൃത്വത്തിൽ നടത്തുന്ന ഈ പോരാട്ടത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഈ മുന്നോട്ടുള്ള യാത്രക്കിടയിൽ ഒരു നാഴികക്കല്ല് ഡൽഹിയിൽ നടന്നു. ആ സംഭവം ഇങ്ങനെയാണ്. 3ാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ നരേന്ദ്രമോദിയെ നേരിട്ടെത്തി അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ഡോക്ടർ ആൻഡ്രൂസ് താഴത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വൈദിക സംഘം ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി. ഒപ്പം സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയാണ് ഇവരെ ഈ ഒരു ചർച്ചയിലേക്ക് തന്നെ എത്തിച്ചതെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അവിടെ വിവിധ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു: 3ാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ നേരിട്ട് അഭിനന്ദിക്കുക, തങ്ങൾക്ക് ക്രിസ്ത്യൻ സമൂഹത്തിന് പ്രധാനമന്ത്രിയോട് പറയാനുള്ള കാര്യങ്ങൾ ഒരു പ്രതിനിധി സംഘം എന്ന നിലയിൽ ബോധ്യപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അവർ മുന്നോട്ട് വച്ചത്. ഏകദേശം 3/4 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ ക്രൈസ്തവർക്ക് നേരെ മണിപ്പൂരിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ചില ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളിൽ അവരുടെ വലിയ തരത്തിലുള്ള ആശങ്ക അറിയിച്ചു. അതോടൊപ്പം തന്നെ ഈ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ച പുരോഹിതന്മാരെ കേസിൽ കൊടുക്കുന്നു, ക്രൈസ്തവ സന്നദ്ധ സംഘടനകൾക്ക് വിദേശ സംഭാവന സ്വീകരിക്കാൻ ആവശ്യമായ രജിസ്ട്രേഷൻ പുതുക്കി നൽകുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഈ സഭാ നേതൃത്വം, ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി നേതൃത്വം കൃത്യമായി നരേന്ദ്രമോദിയെ അറിയിക്കുകയുണ്ടായി. വളരെ അനുകൂലമായ നിലപാട് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ എടുക്കാം എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ഇവരോട് അറിയിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നിവയിലേക്ക് സമുദായ പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിലും നരേന്ദ്രമോദി വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ദളിത് ക്രൈസ്തവർക്കും സംവരണ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്നും മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും യോഗ്യതയുള്ള ക്രൈസ്തവരെ നിയമിക്കുന്നത് പരിഗണിക്കണം എന്നുള്ള ആവശ്യവും ഈ ആൻഡ്രൂസ് താഴത്തിൽ പിതാവ് പ്രധാനമന്ത്രിക്ക് മുമ്പിൽ വയ്ക്കുകയുണ്ടായി. ഈ വിഷയങ്ങളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ പോലും നടന്നു എന്നുള്ള അനൗദ്യോഗിക വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആൻഡ്രൂസ് താഴത്തിൽ പിതാവ് ഉൾപ്പെടെയുള്ള വൈദിക സംഘം പ്രധാനമന്ത്രിയുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ച ക്രൈസ്തവർക്കിടയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ വലിയൊരു ആത്മവിശ്വാസം നൽകി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നേരത്തെ BJP പയറ്റിത്തെളിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ് ക്രൈസ്തവ സമൂഹത്തെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളത്. ഇതിനോട് ഒപ്പം തന്നെ വിവിധ പദ്ധതികൾ ക്രിസ്ത്യൻ സമൂഹവുമായി ചേർന്ന് നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളും ഇപ്പോൾ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ക്രിസ്മസ് സന്ദേശം, പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശം ക്രിസ്ത്യൻ ഭവനങ്ങളിൽ എത്തിച്ചു നൽകുന്നതിലേക്ക് യുവമോർച്ചയും BJPയും എല്ലാം തന്നെ പോയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല, ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വ്യവസായികളും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള
പല ക്രിസ്ത്യൻ വ്യവസായികളും തൃശ്ശൂരിൽ ഉൾപ്പെടെയുള്ളവർ ജോയലിക്കസും അടക്കമുള്ളവർ പങ്കെടുത്തിട്ടുള്ള ഒരു വിരുന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുകയുണ്ടായി. ക്രിസ്ത്യൻ സമൂഹത്തെ എത്രത്തോളം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ പ്രത്യേകിച്ച് ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് BJP ദേശീയ നേതൃത്വം നരേന്ദ്രമോദിയും ശ്രമിക്കുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ തന്നെയാണ് ഇത്. എന്തായാലും ആൻഡ്രൂസ് താഴത്തിൽ പിതാവ് ഉൾപ്പെടെയുള്ള വൈദിക പ്രതിനിധി സംഘം നരേന്ദ്രമോദിയുമായിട്ടുള്ള നടത്തിയ കൂടിക്കാഴ്ച അത് വളരെ വിജയകരമാവുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.